ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞാൽ അവിടെ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, അവിടെ നമ്മൾ എന്ത് റെക്കഗ്നൈസ് ചെയ്യണം, അതിൻ്റെ ക്ലിനിക്കൽ സയൻസ് ആണ് ഇവിടെ പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ ആസ്റ്ററിക്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലാപ്പിംഗ് ട്രെമർ. ചില കൈ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്നു, അതാണ് ഹാൻഡ് ഫ്ലാപ്പിംഗ് ട്രെമർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ എലിവേറ്റഡ് അമോണിയ ക്യാൻ ബി സീൻ. പിന്നെ ഇവിടെ പേഷ്യൻറ്റിന് അസൈറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. അസൈറ്റീസ് എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ബൈ giving diuretics or also doing paracentesis. Then nutrition support is also very important. നമ്മുടെ ഈ ആക്റ്റീവ് ഫേസ് എൻസെഫലോപ്പതി ഉള്ള ഫേസിൽ അമോണിയ protein should be like, you should restrict protein because you don't want too much of ammonia to be formed. പക്ഷേ once that is stabilized, then adequate nutrition is very much essential to promote healing. So yes, that's about hepatic encephalopathy. So for more such videos, stay tuned to our channel. Please do subscribe, like, share and comment. Thank you very much.